ബഹുമാന്യരുമായിരിക്കുന്ന ഈ മഞ്ഞപ്പുറ നിവാസികൾക്ക് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള വന്ദനം അറിയിക്കുന്നു. ലോകത്തിൻ്റെ കാലഗതികളൊക്കെ മനുഷ്യർക്ക് വളരെ പ്രയാസമുള്ള, ജീവിതത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് എല്ലാ മനുഷ്യരും ഒരുപോലെ ഈ കാലഘട്ടത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം. ഏത് കാലഘട്ടത്തിലും കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കാലഘട്ടത്തിലെ കവികൾ വരച്ച് കാണിക്കാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തനി മലയാളം സംസാരിച്ചുകൊണ്ടിരുന്ന, മലയാളത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഓരോരുത്തരും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇംഗ്ലീഷിനോട് വളരെ താല്പര്യമുണ്ടാകാനായിട്ട് ഇടയാവുകയും, എൻ്റെ മകൻ ജനിക്കുന്നെങ്കിൽ ഇംഗ്ലണ്ടിൽ ജനിക്കണം, ജനിച്ചാൽ ഉടൻ അവൻ ഇംഗ്ലീഷ് പറയണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായ പ്രത്യാശാസ്ത്രത്തിന് ഉടമയാകുകയും ചെയ്ത കാലഘട്ടത്തിൽ സുഗതകുമാരി എന്ന കവിയത്രി മലയാള ഭാഷയെ നോക്കി വിസ്മരിക്കുമോ ഞാൻ നിന്നെ സുരസുഷ്മേ എന്ന് പാടി മലയാള ഭാഷയുടെ മാഹാത്മ്യത്തെ നമ്മളെ ഓർമ്മപ്പെടുത്താനിടയായിത്തീർന്നു. മേലാളന്മാരായ ജന്മിമാരുടെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ അവർണരും സവർണരും അടിമ സിസ്റ്റവും മേധാവിത്വവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വാഴക്കുല എന്ന കവിത ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മളെ എടുത്തു കാണിക്കുകയും അത് മനുഷ്യനിൽ വളരെ ചിന്താത്മകമായ പരിവർത്തനം നടത്തുകയും ചെയ്യാൻ ഇടയുണ്ടായി. ഞാനിത് പറഞ്ഞത് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കവിതയാണ് ഈ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മുരുകൻ കാട്ടാക്കട എന്ന കവി എഴുതിയ കണ്ണടകൾ എന്ന കവിത. അദ്ദേഹം ഈ കാലഘട്ടത്തിലെ സാഹചര്യങ്ങളെ പഠിച്ചിട്ട് തൻ്റെ കണ്ണടകൾ എന്ന കവിതയിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്: മങ്ങിയ കാഴ്ചകൾ കാണാൻ കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് തൻ്റെ കണ്ണടകൾ എന്ന കവിതയിൽ ആ കവി, ഇന്നും ജീവിച്ചിരിക്കുന്ന കവി, ഇങ്ങനെ എഴുതി വെക്കുകയാണ്: പൊട്ടിയ താലിച്ചരടുകൾ, പൊട്ടാ മദ്യക്കുപ്പികൾ. ഏത് താലിച്ചരട് പൊട്ടിയാലും, ഏത് കുടുംബബന്ധം തകർന്നാലും എൻ്റെ മദ്യക്കുപ്പി പൊട്ടരുത്, എൻ്റെ കുപ്പിയിലെ മദ്യം തീരരുത്, എൻ്റെ കീശയിൽ മദ്യം മേടിക്കാനുള്ള പണം തീരരുത്, എനിക്ക് മദ്യപിക്കണം. സാങ്കേതികമായി അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു ഷെയർ പിടിക്കാനുള്ള പൈസ എവിടെന്നെങ്കിലും ലഭിക്കണമെന്ന ആഗ്രഹം മാത്രമുള്ള പ്രായമുള്ളവരും ചെറുപ്പക്കാരുമൊക്കെ അങ്ങനെ മാത്രം ചിന്തിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മുടെ സാഹചര്യങ്ങളും കാലഘട്ടങ്ങളും കടന്നു പോയിരിക്കുകയാണ്. ഞാൻ ജീവിക്കുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. നമ്മുടെ അങ്കമാലിക്കടുത്ത് തന്നെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ ധാരാളം കിണറുകളും ശുദ്ധജല സ്രോതസ്സുകളുമുള്ള ആ കൊച്ചു ഗ്രാമത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടറാണ്. എന്താണ് ഞങ്ങളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ ഇത്രമാത്രം മിനറൽ വാട്ടർ ചിലവാകുന്നത്? 1 ലിറ്ററിൻ്റെ 15 രൂപയോ 12 രൂപയ്ക്കോ 15 രൂപയ്ക്കോ 20 രൂപയ്ക്കോ ഒക്കെ ലഭിക്കാൻ കാരണം എന്നറിയാമോ? ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, അതേ കുപ്പിയും ഗ്ലാസും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കേൾക്കുന്ന നിങ്ങൾക്കറിയാം. കുപ്പിയും ഗ്ലാസുമാണ് നമ്മുടെ കടകളിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ നാടൊക്കെ വൈകുന്നേരമായാൽ മദ്യപാനത്തിന്, അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിപാദ്യം എന്ത് സംഭവിക്കുന്നറിയാമോ? കവി പറയുന്നത് പോലെ, അതേ പുറകിലെ മാവിൻ ചുവട്ടിൽ ഒരു തിലയിൽ
വീഴുന്ന രക്തത്തുള്ളികൾ അതേ നമ്മുടെയൊക്കെ ഭവനത്തിലും ഭവനത്തിൻ്റെ പുറകിലും നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലും ആരെ കൊല്ലുമെന്ന്, ആരെ അടിച്ചു വീഴ്ത്തുമെന്ന്, ആരെയാണ് ഇപ്പോൾ മർദ്ദിക്കാൻ പോകുന്നതെന്ന് അറിയാൻ സാധിക്കാത്ത വല്ലാത്ത സാഹചര്യം വളർന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്തല്ലേ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു ആശുപത്രിയല്ലേ മൂക്കന്നൂർ ആശുപത്രി. ആ ആശുപത്രിയിൽ നമുക്കറിയാം ഒരു പെൺകുട്ടി തൻ്റെ കാമുകനാൽ കൊല ചെയ്യപ്പെടാനിടയായി തീർന്നു. ആശുപത്രിയിൽ അതേ തൻ്റെ അമ്മയോട് കൂടെ കൂട്ടിരിക്കാൻ വന്ന ഒരു സഹോദരിയെ ആശുപത്രിയിൽ കടന്നു വന്ന ഒരു സഹോദരൻ കുത്തിക്കൊന്നത് അധികം നാൾ മുമ്പല്ലല്ലോ. എത്രയെത്ര സംഭവങ്ങൾ നമ്മൾ ഓരോ നിമിഷവും കാണുന്നു. മനുഷ്യർ ഹൃദയകാഠിന്യമുള്ളവരായി തീർന്നിരിക്കുകയാണ്. മറ്റൊരു പ്രധാന പ്രശ്നം, നമ്മൾ മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന യുവതലമുറയും മറ്റൊരു കാര്യത്തിലും ഇടപെടാൻ മനസ്സില്ലാത്ത നമ്മുടെ കുഞ്ഞുങ്ങളും അനുസരണമോ ബഹുമാനമോ ഇല്ലാത്ത നമ്മുടെ തലമുറകളുമൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സാഹചര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത്, എല്ലാ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ട്. പണ്ട് മനുഷ്യൻ്റെ പ്രശ്നം പട്ടിണിയായിരുന്നു, ദാരിദ്ര്യമായിരുന്നു. നമുക്കറിയാം ഈ പ്രദേശത്തുള്ള മനുഷ്യരൊക്കെ പണ്ട് കാലത്ത് വയലിൽ പണിയെടുത്ത് വൈകുന്നേരം വരെ പണിയെടുത്താൽ ലഭിക്കുന്ന കൂലി നെല്ല് വീട്ടിൽ കൊണ്ടുപോയി അന്നത്തെ കിട്ടുന്ന നെല്ല് കുത്തി അത് ഉണങ്ങി അത് പുഴുങ്ങി അത് ചോറ് വെച്ച് കുഞ്ഞുങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ, വിശന്നുറങ്ങിപ്പോയ കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് കൊടുത്തിരുന്ന ഒരു പഴയ തലമുറയുടെ കാലഘട്ടം പഴയ ആളുകളൊക്കെ പറഞ്ഞെങ്കിലും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതെ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ലോകത്ത് വിശപ്പായിരുന്നു പ്രശ്നം. ഇന്ന് വിശപ്പിൻ്റെ പ്രശ്നമില്ല, ഇന്ന് ഭക്ഷണം കൂടിയതിൻ്റെ പ്രശ്നമാണ്. അതെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ യുവതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ മാതാപിതാക്കളുമൊക്കെ മദ്യം മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് മദ്യമൊന്നും പോരാ, അവർക്ക് രാസലഹരിയാണ് വേണ്ടത്. വളരെ ഭീമകരമായ, ഭയങ്കര പ്രശ്നകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഞാൻ വീണ്ടും പറയട്ടെ, എല്ലാ കാലഘട്ടത്തിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ എല്ലാ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ മൊത്തം പരിഹരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ നാം ഈ പ്രശ്നത്തിലകപ്പെട്ടു പോകാതിരിക്കാൻ, നാം സമാധാനത്തിലാകുവാൻ ഒരു വഴിയുണ്ട്. ആ വഴിയാണ് ഇന്ന് ഈ വൈകുന്നേര സമയത്ത് ഈ മഞ്ഞപ്രയിൽ നിങ്ങളോട് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ പ്രശ്നത്തിന് പരിഹാരം വരച്ച് കാണിക്കുന്ന ഒരു പുസ്തകത്തെ ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. വിശുദ്ധ ബൈബിൾ എന്നാണ് അതിൻ്റെ പേര്. അതേ, വിശുദ്ധ ബൈബിൾ എന്നൊരു പുസ്തകം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളത് തുറന്നു വായിക്കണം. നിങ്ങളുടെ വീട്ടിലൊരു ബൈബിൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ബൈബിൾ ബഹുമാനിക്കപ്പെടേണ്ട പുസ്തകമാണ്, ആദരിക്കപ്പെടേണ്ട പുസ്തകമാണ്. പക്ഷേ അത് പൂജിക്കാനുള്ള പുസ്തകമല്ല, തുറന്നു വായിക്കാനുള്ള പുസ്തകമാണ്. വിശുദ്ധ ബൈബിൾ ആരെങ്കിലും തുറന്നു വായിച്ചിട്ടുണ്ടെങ്കിൽ ആ വായിച്ചിട്ടുള്ള എല്ലാവരെയും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം മഹാത്മാഗാന്ധി മുതൽ ശ്രീനാരായണ ഗുരു വരെ ഉള്ള അതേ അനേകം ഇന്ത്യയിൽ തന്നെ ജീവിച്ചിട്ടുള്ള അനേകം മഹാത്മാരെ അവർ വായിച്ചിട്ടുള്ള പരിധി വെച്ച് സ്വാധീനിച്ചിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ടതും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും ലോകത്ത് ആദ്യമായി അച്ചടിക്കപ്പെട്ടതും ലോകത്ത് എവിടെ ചെന്നാലും ലഭിക്കുന്നതുമായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ബൈബിൾ നിങ്ങൾ തുറന്നു വായിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഈ ബൈബിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ ബൈബിൾ നിങ്ങളെ ഒരു പരിഹാരത്തിലേക്ക് നടത്തുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കട്ടെ. നിങ്ങൾക്ക് ഒരു ബൈബിൾ നിങ്ങൾ സ്വന്തമായില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ തന്ന ആ ചെറിയ ലഘുലേഖയിൽ ഞങ്ങളുടെ ഫോൺ നമ്പറുണ്ട്. നിങ്ങൾ വിളിക്കാൻ തയ്യാറായിക്കാട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി വായിക്കത്തക്കവണ്ണം ഒരു ബൈബിൾ ഞങ്ങൾ നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കാം. നിശ്ചയമായും നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ നാം തുറന്ന് വായിച്ചാൽ ബൈബിളിലെ ഒരു
വ്യക്തിയെ നമ്മൾ പരിചയപ്പെടും. ആ വ്യക്തിയുടെ പേര് കർത്താവായ യേശുക്രിസ്തു എന്നാണ്. ഈ യേശുക്രിസ്തു അതെ, അവൻ ദൈവമായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അവൻ ദൈവമായിരുന്നു. പക്ഷേ ദൈവത്തോടുള്ള സമാനത, സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെത്താൻ ഒഴിഞ്ഞ് ദാസന്റെ അഥവാ മനുഷ്യന്റെ വേഷത്തിൽ ഈ ഭൂമിയിൽ 2025 കൊല്ലം മുമ്പ് വന്ന യേശു മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ കാൽവരിക്കുന്നിൽ കുരിശിൽ മരിച്ച് പരമയാഗമായി തീർന്ന് അതേ മരിച്ചടക്കപ്പെട്ടെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവൻ സ്വർഗത്തിലേക്ക് പോയി. ആ കർത്താവ് താൻ ജീവിച്ചിരുന്ന കാലത്ത് അവൻ പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ ആദ്യമേ പരിചയപ്പെടുത്തിയ ആ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം എന്നൊരു പുസ്തകമുണ്ട്. അത് പുതിയ നിയമത്തിലാണ്. ആ പുതിയ നിയമ പുസ്തകത്തിലെ 4-ാമത്തെ പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അതിൻ്റെ 3-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അതേ, ക്രിസ്തുവിനെ ലോകത്തിലേക്ക് നൽകിയത് നാം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ആമേൻ. എന്താണ് നിത്യജീവൻ എന്ന് ഞാൻ ഒറ്റ വാക്കിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം ഏതു മനുഷ്യരും, എല്ലാ മനുഷ്യരും, ഈ ഭൂമി ജനിച്ച എല്ലാ മനുഷ്യരും, നമ്മൾ എത്ര മസിൽ പിടിച്ചാലും, എത്ര മരുന്ന് കഴിച്ചാലും, ഏത് ആശുപത്രിയിൽ അഭയം പ്രാപിച്ചാലും, നാം എന്ത് ചെയ്താലും ഒരു ദിവസം നാം മരിക്കും എന്നതൊരു സത്യമാണ്. ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി മരിക്കും. ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പം മരണമില്ലാത്ത കാലം എന്നൊരു കവിത പഠിച്ചു കാണും. അവിടെ നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്: മുത്തച്ഛന്മാർ ഇരിക്കുന്നു, മുതുമുത്തച്ഛന്മാരും ഇരിക്കുന്നു. അതേ, പ്രായമുള്ള മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരൊക്കെ മരിക്കാതെ ഇരിക്കുന്നുവെന്ന് നമ്മൾ പുസ്തകത്തിൽ പഠിച്ചു കാണും. അതൊരു കവിതയാണ്. പക്ഷേ ഞാൻ തുറന്നു പറയട്ടെ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല കേട്ടോ. ഈ ഭൂമിയിൽ ജനിച്ച വ്യക്തി മരിക്കും. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒന്നിച്ച് ടൗണിൽ നിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഒരു സഹോദരൻ്റെ സഭയിലെ ഒരു അംഗം ഇപ്പോൾ മരിക്കാനിടയായി തീർന്നു. അദ്ദേഹം അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതേ, മരണത്തെക്കുറിച്ച് അതേ ഒരു മഹാൻ ഇങ്ങനെയാണ് പറഞ്ഞത്: രംഗബോധമില്ലാത്ത കോമാളിയെ പോലെ ഏത് മനുഷ്യനെയും ഏത് സമയത്തും തേടി വരാവുന്ന ഒന്നാണ് മരണം. അപ്പോൾ മരണമെന്ന യാഥാർത്ഥ്യം ഏത് മനുഷ്യനെ തേടിയും എപ്പോൾ വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞാൽ നാം എപ്പോൾ വേണമെങ്കിലും മരിക്കാം. മരണം നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ എല്ലാ ഇഷ്ടങ്ങളും എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ഒന്നുണ്ട്, അത് നിത്യജീവൻ എന്ന ഒന്നാണ്. ചിലപ്പോൾ ചിലരതിനെ നിത്യജീവനെന്നോ, വേറെ ചിലർ മോക്ഷപ്രാപ്തി എന്നോ, വേറെ ചിലർ സ്വർഗപ്രാപ്തി എന്നൊക്കെ വിളിക്കുമായിരിക്കാം. പേരെന്ത് വിളിച്ചാലും മരണശേഷം ഒരു ജീവിതമുണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. കാരണം ഒരു മരണ വീട്ടിൽ പോയാൽ നമ്മൾ ആ മരിച്ച വ്യക്തിയുടെ പേര് ചോദിച്ചിട്ട് ഇന്നയാൾ എവിടെയാണെന്നല്ല ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കുന്നത് ഡെഡ് ബോഡി എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നാണ്. അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് നമ്മൾ പറയാറുണ്ട്. എൻ്റെ അർത്ഥം എന്താണ്? അവിടെ എന്തോ ഒന്ന് പോയിട്ടുണ്ട്. അതെ, ആ വ്യക്തിയുടെ ആത്മാവ് പോയി. അവിടെ ഉള്ളത് ബോഡി മാത്രമാണ്. അതെ, ഞാൻ പ്രിയമുള്ളവരെ, നാം മരിച്ചാൽ നാം ഒരു ഡെഡ് ബോഡി മാത്രമാണ്. നമ്മുടെ പേര് പോലും അപ്പോൾ ഒരു ബോഡി മാത്രമാണ് നാം ആയിത്തീർന്നത്. അതുകൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളതാണ്. അതിനാൽ നാം ഒരു നിത്യജീവൻ പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതിനുള്ള ഒരേ ഒരു വഴി വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു: അവനെ വിശ്വസിക്കുകയും അവനെ കൈക്കൊള്ളുകയും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ പോകുവാനായിട്ടിടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ, എൻ്റെ വാക്ക് കേൾക്കുമ്പോൾ യേശുവേ, നീ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നീ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ യേശു നിങ്ങളുടെ അടുക്കൽ വരികയും അവൻ നിങ്ങൾക്ക് സമാധാനം നൽകി തരികയും ചെയ്യും. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു നൽകുന്ന ഈ സമാധാനത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, പ്രശ്നപരിഹാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടും വിശുദ്ധ വേദപുസ്തകം വായിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.